അങ്ങനെ ഞങ്ങൾ രാവിലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ലഗേജ് കൊണ്ടുവിടാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ ഇവിടുന്ന് നമ്മൾ എത്ര മണിക്ക് ശേഷം ഇവിടുന്ന് ഇറങ്ങുന്നത്? നമ്മളൊരു 6 മണിക്ക് ശേഷം 6 മണിക്ക് ശേഷം ഇറങ്ങത്തുള്ളൂ കേട്ടോ. അപ്പൊ ഇപ്പൊ ഞാനുണ്ടല്ലോ അബ്ദുള്ളയുടെ പെട്ടി പാക്ക് ചെയ്യുവാണേ. അബ്ദുള്ള പാൻ്റ് എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചു. നാട്ടിൽ പോകുമ്പോൾ ഒരു വലിയ ചടങ്ങാണ് ഈ പാക്കിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെയാണ് നാട്ടിൽ ചെന്നിട്ട് തിരിച്ചു വരുമ്പോഴും ഇതേ സെയിം ആണ്. അവിടെ ചെന്നിട്ട് അലമാരിലോട്ടൊന്നും എടുത്ത് വെക്കേണ്ട താമസം, അപ്പോഴത്തേനെ തിരിച്ചു പോകാറുമായി. അങ്ങനെ ലഗേജ് എല്ലാം ഇട്ട് അൽഹംദുലില്ലാ ഇനി ഞങ്ങൾ നേരെ വീട്ടിൽ പോകാൻ. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു വലിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല തിരക്കാണ്. പിന്നെ ഞാനിത് ഈ കിടക്കുന്നത് കണ്ടോ ബാഗിലൊക്കെ. ഞങ്ങൾ നാളെ നാട്ടിൽ പോവാണ് കേട്ടോ. ഇന്ന് വ്യാഴാഴ്ച ഞാനും ഇപ്പോൾ പാക്ക് ചെയ്യുവാണ്. സാധാരണ നാട്ടിൽ പോകുമ്പോൾ കുറേ ദിവസം മുന്നേ പാക്ക് ചെയ്യുന്നതാണേ. അപ്പോൾ ഇന്ന് ഇത്തവണയാണെങ്കിൽ എനിക്കാണെങ്കിൽ പാക്ക് ഡ്യൂട്ടിയും ഉണ്ട്. പാക്കിങ്ങിനും ചെറിയ 1-2 വിഷമവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഡിലേ ആയി കേട്ടോ പാക്ക് ചെയ്യാൻ. അപ്പോൾ അതേണ്ട ഇപ്പം നാളെ രാവിലെ എനിക്കാണെങ്കിൽ പിന്നെ ലഗേജ് കൊണ്ടുവരണം. ഗൾഫിയറാണ്, അപ്പം നേരത്തെ ഇടാമല്ലോ. സാധാരണ ഞങ്ങൾ നൈറ്റാണ് ഇടുന്നത്. അപ്പോൾ ഇതുവരെയും പാക്ക് ചെയ്യാത്തതുകൊണ്ട് നാളെ രാവിലെയാണ് പാക്ക് ചെയ്യണം. അപ്പോൾ ഞാനൊരു എമർജൻസി ആയിട്ട് ഒരു 20 ദിവസത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ എന്തിനാണ് പോയെന്നൊക്കെ ഇൻഷാല്ലാ ഞാൻ വരുന്ന വീഡിയോയിലിടാം. പിന്നെ ഞാൻ വേണ്ട പിന്നെ നല്ല പിന്നെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയാണ് കേട്ടോ. പിന്നെ 1-2 പേരാണെങ്കിൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലാണെങ്കിൽ ഡ്രസ്സ് ഞാൻ അയക്കുന്നത് ഒരു വീഡിയോ ഇട്ടിരുന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് കുറേ പേര് ചോദിച്ചിരുന്നു ഇത്താൻ ഞങ്ങൾക്ക് അയച്ചിരുന്നു. അപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാം ID-യിൽ 1-2 പേര്, മാക്സിമം 3 പേരാണ് അതിനകത്ത് എനിക്ക് പിൻ നമ്പർ ഫോൺ നമ്പർ സഹിതം തന്നിരിക്കുന്നത് കേട്ടോ. ഞാനൊരു സാധനം നിങ്ങൾക്ക് അയക്കണമെങ്കിൽ അതിനകത്ത് പിൻ നമ്പറും ഫോൺ നമ്പർ ഇല്ലെങ്കിൽ കറക്റ്റ് കിട്ടത്തില്ല. നിങ്ങൾക്ക് അറിയാലോ, അഡ്രസ്സ് മാത്രം തന്നിട്ട് കാര്യമില്ല കേട്ടോ. പിന്നെ ചിലർക്ക് യൂട്യൂബിലാണെങ്കിൽ അഡ്രസ്സ് ഇടുന്നത് ബുദ്ധിമുട്ടായിട്ടായിരിക്കും. കാരണം എൻ്റെ ഇൻസ്റ്റയിൽ നിങ്ങൾ തന്നാൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് തിരിച്ച് മറുപടി തരുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തന്നവരുടെ വേണ്ട ഞാൻ പാക്ക് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. വേണ്ട 1 2 3 കേട്ടോ. 3 കറക്റ്റ് അഡ്രസ്സിൽ വന്നത് കൊണ്ട് കിട്ടി. അപ്പം ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എനിക്ക് പിൻ നമ്പറും ഫോൺ നമ്പറും മറക്കാണ്ടൊന്ന് തരണേ. അപ്പം ഞാൻ പാക്ക് ചെയ്യട്ടെ. അമാനു വരുന്നില്ല. അമാനു ഇവിടാണ്. +1 ആണെങ്കിൽ ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പം ഞങ്ങൾ 3 പേര് മാത്രമാണ് പോകുന്നത്. ചെറിയൊരു എമർജൻസിക്ക് പോവാണ് കേട്ടോ. ഇൻഷാല്ലാ ഞാൻ എന്താണെന്നൊക്കെ പറയാവേ. അപ്പം നിങ്ങളായിരിക്കും ഞാൻ പറയാത്ത എന്താണെന്ന് കേട്ടോ. ചെന്നിട്ട് പറയാം. ഷെവിനോട് പറഞ്ഞു ഇപ്പോൾ പറയണ്ട, നമ്മൾ ചെന്നിട്ടെല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണേ പറയട്ടെ. അപ്പം ഞാനിതെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. വേണ്ട ഞാനാണെങ്കിൽ വേറെയും കുറച്ച് ഡ്രസ്സും കൂടി എടുത്ത് വെച്ചിരുന്നു കേട്ടോ. ഞാനത് ഓൾറെഡി ഒരു പെട്ടിക്കകത്താക്കി. അപ്പം കൊടുക്കാനുള്ള ഡ്രസ്സെല്ലാം കൂടെ കുറച്ച് പേര് വെറുതെയൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ കൊടുക്കാനുള്ള ഡ്രസ്സെല്ലാം ഒരു പെട്ടിയിലാക്കി വെച്ച് ഞാൻ അന്നേരം ആ പെട്ടിയിൽ എനിക്ക് അഡ്രസ്സ് കറക്റ്റ് കിട്ടാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ വെക്കുകയാണ്. ഇൻഷാല്ലാ ഞാൻ നാട്ടിൽ പോയിട്ട് പിന്നെ ഞാൻ എൻ്റെ ഒരു തിരക്കൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ അയക്കാം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അതിന് മുന്നേ അയക്കാം. എന്തായാലും ഞാൻ ഇത് അയക്കും. കുറേ പേര് ചോദിച്ചു ഫേക്കാണോ അയക്കുമോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. ഇൻഷാല്ലാ ഞാൻ ഫേക്കൊന്നും അല്ല കേട്ടോ. എനിക്ക് ഒറ്റ ഫേസേ ഉള്ളൂ. പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് ബാക്കി പാക്ക് ചെയ്യാം. ഷെഫിയാണെങ്കിൽ ഹെയർ കട്ടിന് വേണം. അമ്മാനും അബ്ദുള്ള എല്ലാം കൂടെ പോയിട്ടോ. അപ്പം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ചോറുണ്ട്. വേഗം നൈറ്റ് എടുത്തിട്ട് ഒരു പെട്ടി പാക്ക് ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞ പഠിച്ചോണേ ഞാൻ വീഡിയോ എടുത്തില്ല. സാധാരണ നാട്ടിൽ പോകുമ്പോഴല്ലേ ഞാൻ വീഡിയോ ഇടുന്നത്. ഇപ്പം നാട്ടിൽ ചെന്നാൽ നാട്ടിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിക്കാമല്ലോ. അപ്പം അതേണ്ട ഇരുട്ടായതുകൊണ്ടാണ് അധികം വെട്ടമില്ലാത്ത കേട്ടോ. പകലും എടുക്കാനും മറന്നു ഈ വീഡിയോ. ബാക്കി നമുക്ക് പാക്ക് ചെയ്യാവേ. ഇപ്പം ഞാനുണ്ടല്ലോ അബ്ദുള്ളയുടെ പെട്ടി പാക്ക് ചെയ്യുവാണേ. അബ്ദുള്ള പാൻ്റ് എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചു. നാട്ടിൽ പോകുമ്പോൾ ഒരു വലിയ ചടങ്ങാണ് ഈ പാക്കിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെയാണ് നാട്ടിൽ ചെന്നിട്ട് തിരിച്ചു വരുമ്പോഴും ഇതേ സെയിം ആണ്. അവിടെ ചെന്നിട്ട് അലമാരിലോട്ടൊന്നും എടുത്ത് വെക്കേണ്ട താമസം, അപ്പോഴത്തേനെ തിരിച്ചു പോകാറുമായി. അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ പിന്നെ ഇത് തന്നെ അവസ്ഥ, തിരിച്ച് വീണ്ടും വെക്കണ്ടേ. രാവിലെ തൊട്ടേ ഭയങ്കര ജോലിയായിരുന്നു കേട്ടോ. ബാത്റൂം കഴുകി കിച്ചൺ വൃത്തിയാക്കി അമാനുവിനെ ഏൽപ്പിച്ചിട്ട് പോകുന്നതല്ലേ. വരുമ്പോൾ ഒരു കുളവായിരിക്കും. പിന്നെ ചെടിയെല്ലാം ഉണങ്ങി പോകുന്നുള്ളൊരു സങ്കടമാണ്. പിന്നെ അധികം ചൂടില്ലാത്തത് കൊണ്ട് ഉണങ്ങി ഒന്നും പോകത്തില്ലെന്ന് വിശ്വസിക്കുന്നു. നല്ല തണുപ്പാണ് ഇപ്പം. എയർപോർട്ടിലാണെങ്കിൽ ഉമ്മയെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇത്തവണ ഞാൻ സർപ്രൈസ് ആയിട്ടൊന്നുമല്ല പോകുന്നത്. അപ്പോൾ ഉപ്പയും ഉമ്മയും വരും. ആങ്ങളയില്ല. പറയാനൊരു വിശേഷമുണ്ട്. നാത്തൂൻ പ്രഗ്നൻ്റ് ആണ് കേട്ടോ. അപ്പം 5 മാസമായി. അപ്പം നാത്തൂന് വരാൻ പറ്റത്തില്ല. യാത്രയൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടേ. അപ്പം ഞങ്ങൾ ഉമ്മയും വാപ്പായും മാത്രമേ ഉള്ളൂ. നല്ല ബിസിയാണ്. അമ്മാനുവിനാണെങ്കിലേ ഭയങ്കര വിഷമം പോകുന്നത് കേട്ടാ. അമ്മാനു പറയാ കഴിഞ്ഞ തവണ അമ്മാനു നാട്ടിൽ പോയപ്പോൾ നമ്മളിവിടെ എപ്പോഴും അമ്മാനു പറയും എവിടെയെങ്കിലും എന്തെങ്കിലും പോകുമ്പോൾ
പോകുമ്പോൾ നിങ്ങളെല്ലാം ഒരുമിച്ച് പോകും, ഞാനിവിടെ ഒറ്റയ്ക്കാണ്. ഓരോരുത്തരുടെയും ഓരോ പെട്ടിയിലാക്കി പാക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അവിടെ ചെല്ലുമ്പോൾ പിന്നെ എളുപ്പമാണ്. അല്ലാണ്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്നാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആരുടെയൊക്കെയാണെന്നേ, ഇപ്പം അബ്ദുള്ളയുടെ ഒരു പെട്ടിയിൽ വെക്കും, എൻ്റെ എല്ലാം വെക്കും. പിന്നെ അബ്ദുള്ളയുടെ ഡ്രസ്സ് ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കൊണ്ടുവരത്തില്ല. നാട്ടിൽ അവർ വെച്ചിട്ട് വരും. ഉമ്മ അവിടെ ചെറിയ പ്രായത്തിലുള്ള പിള്ളേരുണ്ടല്ലോ. അബ്ദുള്ള വാ, കം കം കം. എവിടെ പോവാ? ഫ്രണ്ട്സിന്റെ വീട്ടിൽ അല്ല, നമ്മൾ നാളെ എവിടെ പോവാ? നാട്ടിൽ പോവാന്ന് പറയാം. നമ്മൾ നാട്ടിൽ പോവാന്ന് പറയാം. നാട്ടിൽ പോവാ. ഹാപ്പിയാ നാട്ടിൽ പോകുന്നത്? ഹലോ ഷെഫി, അതാരാ ഒന്നും മിണ്ടാനാ പോയത്? ശരിക്കും നാണമാണ്. പിന്നെ ഒരു പെട്ടി ഞാൻ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടാമത്തെ പെട്ടി അബ്ദുള്ളേന്റെ മാത്രം എല്ലാം ഒന്നിലും വെച്ചു. അബ്ദുള്ളയുടെ ഓൾമോസ്റ്റ് ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടാ. കാരണം ചെറുതെല്ലാം ഇട്ടിട്ടിങ് വരാലോ. ഇവന്റെ ക്രീം ഞാൻ എന്നാ മേടിച്ച പുതിയ ക്രീം ഇടാന്നറിയാവോ? അന്ന് മേടിച്ച് ഇവിടെ വെച്ചായിരുന്നു. ഞാനത് എടുത്തില്ലായിരുന്നു. എടുത്തില്ല. അതിനകത്ത് ക്രീമും ഇവന്റെ പല്ലിയേക്കുന്ന ബ്രഷും എല്ലാം ഉണ്ടായിരുന്നു. അല്ല, പാന്റ് ഫുള്ളും എടുക്കാനാണോ ഷെഫി? ഫുള്ള് വേണ്ട, ആണോ? ഞാൻ മാറ്റാനാ? ഞാൻ മാറ്റി. ജീൻസ് ടൈപ്പ് എല്ലാം എടുക്കാനാ? അതൊന്നും ഉണങ്ങത്തില്ല, അതിലെ ദിവസവും കുറവല്ലേ. പേസ്റ്റ് കൂടി എടുത്തേക്കണേ. പിന്നെ ക്രാക്ക് കിട്ടിയിട്ടില്ല. കിട്ടിയില്ലേ? അതാ താമസിച്ചത്. പിന്നെന്താ, മൂവ് കിട്ടിയോ? മൂവ് കിട്ടി. ക്രാക്ക് ഉണ്ടാക്കും. വീഡിയോ കാണുമോ? ചെവി ഒന്ന് വെയിറ്റ് നോക്കണോടെ. വെയിറ്റ് പോയിട്ട് ഈ വെച്ചിരിക്കുന്ന പെട്ടിയുടെ ഒന്ന് വെയിറ്റ് നോക്കാം എത്ര ഉണ്ടെന്നോ. ഇതടക്കട്ടെ, ഒരുപാട് ഇടണ്ടല്ലോ. 17 കിലോ, അതിനപ്പുറം പോരുന്നു. എത്ര കിലോ കൊണ്ടുപോകാൻ പറ്റുന്നേ? 35 കിലോ ഉണ്ട്. അത് ഒരു സൂട്ട് കേസിൽ ഏറ്റവും കൂടുതൽ കയറ്റാൻ പറ്റും. 15 വെച്ചാ? 17. 35 വരെ പോകും. എന്നാ ഇത് നോക്ക്. എന്നാ മറ്റേ പെട്ടി അഴിക്കേണ്ടി വരും, അതിനകത്ത് ഡ്രസ്സ് കൂടുതലാ. നോക്കി, ഇതിൽ അബ്ദുള്ളയുടെ മാത്രമേ ഉള്ളൂ. അബ്ദുള്ളേന്റെ ഡ്രസ്സ് എല്ലാം നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ക്ലോസ് ചെയ്തിട്ട് ഇത് കറക്റ്റ് ചെയ്യണം ഷെബീബ. ദേ അങ്ങനെ നമ്മുടെ 1, 2, 3 പെട്ടി ഇവിടെ റെഡിയാക്കി. ഇത് വേണ്ട 4ാമത്തെ പെട്ടി. ഷെഫി ടയർഡായോ? അബ്ദുള്ള വേണ്ടേ? അങ്ങനെ ഞങ്ങളുടെ 4 പെട്ടി റെഡി ആയിട്ടോ. 3 പെട്ടിയുടെ വെയിറ്റ് ഒക്കെയാണ്. ഇനിയിപ്പോ 4ാമത്തെ പെട്ടിയുടെ വെയിറ്റ് കൂടെ നോക്കട്ടെ. സമയമാകുമ്പോ നമ്മൾ വിചാരിക്കും സാധനങ്ങൾ ഒന്നുമില്ലേ അല്ലേ ഷെഫിയേ? സമയമാകുമ്പോ ഫുള്ളാಗಿ കയറിക്കോളും. ഡ്രസ്സുകളാണ് കൂടുതലും. അല്ല ഓക്കെ, അങ്ങനെ വേണ്ടേ 6 പെട്ടി ഉണ്ട് കേട്ടോ. എമർജൻസിക്ക് ഞങ്ങൾ പോവുകയാണെങ്കിൽ ഞങ്ങൾക്കാണെങ്കിൽ പിന്നെ ഒരാൾക്ക് 2 പെട്ടി വെച്ച് കൊണ്ടുപോകട്ടെ. അപ്പം നമ്മൾ എന്തിനാ വെറുതെ കൊണ്ടുപോയിട്ടിരിക്കുന്ന. അങ്ങനെ 6 പെട്ടിയുണ്ട്. 2 ഹാൻഡ് ബാഗ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അബ്ദുള്ളയുടെ എടുത്തിട്ടില്ല. അങ്ങനെ അതിൻ്റെ സൂട്ട് കേസ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വെയിറ്റൊക്കെ ഇവിടെ നോക്കിയപ്പോൾ കറക്റ്റ് ചെയ്ത് അവിടെ പോകുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നാളെ രാവിലെ നമ്മൾ എയർപോർട്ടിൽ പോകും. അപ്പോൾ രാവിലെ എയർപോർട്ടിൽ പോയി ലഗേജ് ഇടുന്ന വരെയുള്ള വീഡിയോ ഇടാട്ടോ. അപ്പം ഞങ്ങൾക്കൊന്ന് പുറത്ത് കണ്ട് 1-2 സാധനം കൂടെ മറന്നിട്ടുണ്ട്, അതൊന്ന് വാങ്ങാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ രാവിലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ ലഗേജ് കൊണ്ടുവിടാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ ഇവിടുന്ന് നമ്മൾ എത്ര മണിക്കാണ് ഷെഫി ഇവിടുന്ന് ഇറങ്ങുന്നത്? 6 മണിക്ക് ശേഷം ഇറങ്ങത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ലഗേജ് നേരത്തെ ഇട്ടാൽ പിന്നെ സമാധാനത്തിന് പോകാതെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടെ. അങ്ങനെ വേണ്ടേ എൻ്റെ ഹാൻഡ് ബാഗ് എടുക്കണോ? ഞാൻ വിചാരിക്കും ഇട്ടെന്ന്. അപ്പോൾ ഞങ്ങൾ ഇൻഷാല്ലാ പോയി ലഗേജൊക്കെ ഇട്ടിട്ട് വരട്ടെ. നാട്ടിൽ പോകുമ്പോൾ ഭയങ്കര ടെൻഷനുള്ളൊരു കാര്യമാണ് കേട്ടോ. ലഗേജ് ഇടുമ്പോൾ അത് എത്ര കാണും, വെയിറ്റ് കൂടുതലാണോ എന്നുള്ള ടെൻഷനാണ് കേട്ടോ. അപ്പം ഇവിടെ വന്ന് എന്താ നമുക്ക് ഈ നേരത്തെ ലഗേജ് ഇടുന്നത് കൊണ്ട് പിന്നെ വെയിറ്റിൻ്റെ കാര്യത്തിൽ വലിയൊരു ടെൻഷനില്ല കേട്ടോ. കാരണം മാറ്റണമെങ്കിലും പിന്നെ അങ്ങ് മാറ്റാമല്ലോ. അങ്ങനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അബ്ദുള്ളക്കാണെങ്കിലുണ്ടല്ലോ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റിടം തൊട്ടേ മൂഡ് അത്ര ഓക്കെ ആയില്ല. ആദ്യം പറഞ്ഞ് നാട്ടിൽ വരുന്നില്ല എന്നുള്ള ഭയങ്കര കരച്ചിലും നിർബന്ധമൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ആൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായാലും ഓരോന്ന് പറഞ്ഞ് ഓക്കെ ആക്കി. അങ്ങനെ നമ്മുടെ വെയിറ്റൊക്കെ ഇട്ട്
കൊടുത്തു. അങ്ങനെ ലഗേജ് എല്ലാം ഇട്ട് അൽഹംദുലില്ലാ ഇനി ഞങ്ങൾ നേരെ വീട്ടിൽ പോകാൻ കേട്ടോ. ഇനിയിപ്പോൾ ലഞ്ചൊക്കെ പുറത്തുനിന്നേ കഴിക്കത്തുള്ളൂ, കാരണം 5 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.